ഇസ്രായേൽ തങ്ങളുടെ പ്രതിരോധ ശേഖരത്തിൽ ഒരു ഗെയിം ചേഞ്ചർ കൊണ്ടുവരാൻ പോകുന്നു. അയൺ ബീമാണ് ആ ആയുധം. ഭാവിയുടെ ആയുധമാണത്. ഇസ്രായേലിൻ്റെ കരുത്തായ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനൊപ്പം അയൺ ബീം ചേരാൻ പോകുന്നു. ഈ ഹൈടെക് ലേസർ സിസ്റ്റം ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ നിന്ന് നേരിട്ട് വന്നതുപോലെ തോന്നിപ്പിക്കുന്നതാണ്. ഈ ആയുധം വികസിപ്പിച്ചെടുക്കാനായി $500 മില്യൺ അധികമാണ് ഇസ്രായേൽ ചെലവഴിച്ചത്. ഇസ്രായേലിൻ്റെ ആകാശത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് അയൺ ബീം പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമാകുന്നത്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സ്വന്തം മിസൈലുകൾ ഉപയോഗിച്ച് റോക്കറ്റുകളും മിസൈലുകളും വെടിവയ്ക്കുന്ന അയൺ ഡോമിൽ നിന്ന് വ്യത്യസ്തമായി അയൺ ബീം ലേസറുകൾ ഉപയോഗിക്കുന്നു. ഇവ സാധാരണ ലേസർ പോയിൻ്റുകളല്ല. മോർട്ടാറുകൾ, റോക്കറ്റുകൾ, ഡ്രോണുകൾ പോലുള്ള ഭീഷണികളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്ന ശക്തമായ രശ്മികളാണിവ. അയൺ ഡോം നിർമ്മിച്ച റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ആണ് അയൺ ബീം നിർമ്മിച്ചത്. കൃത്യതയുള്ള ഒരു ഷാർപ്പ് ഷൂട്ടറെ പോലെയാണിത്. മിന്നൽ വേഗതയുള്ളവയാണിവ. ഒരേ സമയം ആക്രമണങ്ങളുടെ നിരയെ തന്നെ പ്രതിരോധിക്കാൻ ഇവയ്ക്കാവും. അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ പോലുള്ള ഇസ്രായേലിൻ്റെ മറ്റ് പ്രതിരോധ സംവിധാനങ്ങളുമായി ചേർന്ന് ചെറിയ ഡ്രോണുകൾ മുതൽ കൂറ്റൻ മിസൈലുകൾ വരെ പ്രതിരോധിക്കാൻ ഒരു മൾട്ടി ലെയേർഡ് ഷീൽഡ് സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. ഇതൊരു സാങ്കേതിക നവീകരണം മാത്രമല്ല, വർദ്ധിച്ചു വരുന്ന ഭീഷണികളോടുള്ള ഇസ്രായേലിൻ്റെ ധീരമായ പ്രതികരണമാണിത്. ആക്രമണത്തിന് എപ്പോഴും പുതിയ വഴികൾ കണ്ടെത്തുന്ന ഇറാനിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും ഇസ്രായേൽ നിരന്തരം ഭീഷണി നേരിടുന്നുണ്ട്. ഈ വെല്ലുവിളികളെ നേരിടുന്നതിനാണ് അയൺ ബീം നിർമ്മിച്ചിരിക്കുന്നത്. പ്രകാശവേഗത്തിൽ അപകടങ്ങളെ നിർവീര്യമാക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാൽ ചോദ്യങ്ങൾ ഉയർത്തുന്നവരുമുണ്ട്. ഇതുപോലുള്ള ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ ഇപ്പോഴും ആഗോളതലത്തിൽ അപൂർവമാണ്. അതിനാൽ പ്രതിരോധ വിദഗ്ധർക്കിടയിൽ ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ചിലർ ഇതിനെ വിപ്ലവമെന്ന് വിളിക്കുന്നു. മറ്റു ചിലർക്ക് ഇതിൻ്റെ മികവിനെക്കുറിച്ച് അത്ര ഉറപ്പില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അയൺ ബീം വെറുമൊരു ആയുധം മാത്രമല്ല, അതൊരു സന്ദേശം കൂടിയാണ്. ആകാശത്തിലെ ഭീഷണികൾ കൂടുതൽ തന്ത്രപ്രധാനമാകുമ്പോൾ ഈ ലേസർ ഒരു ഗെയിം ചേഞ്ചറാകാൻ സാധ്യതയുണ്ട്. ലോകം ഉറ്റുനോക്കുകയാണ്. അയൺ ബീം ഹൈപ്പിനനുസൃതമായി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചാൽ അതൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും. അക്കാര്യത്തിൽ ഉറപ്പുണ്ട്.